നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദേശീയ അന്വേഷണ ഏജൻസിയും NIA, ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സേനയും ATSും ഝാൻസിയിലെ സൂപ്പർ കോളനിയിലുള്ള മുഫ്തി ഖാലിദ് അൻസാരി നദ്വിയുടെ വസതിയിൽ ഡിസംബർ 12 പുലർച്ചെ 2:30 റെയ്ഡ് നടത്തി. വിദേശ ഫണ്ടിങ്ങും കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ്. നഗര ഖാസിയുടെ അനന്തരവൻ നദ്വിയും തീവ്രവാദ പ്രചാരണം പ്രചരിപ്പിക്കുന്നതിലും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വ്യക്തികളെ തീവ്രവൽക്കരിക്കുന്നതിലും പങ്കുണ്ടെന്ന് ആരോപിച്ച് നിരീക്ഷണത്തിലായിരുന്നു. സലീംബാഗിന് സമീപമുള്ള കോട്ട്വാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ റെയ്ഡിൽ നദ്വിയുടെ പാസ്പോർട്ടും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഉൾപ്പെടെ നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെത്തി. അവ കൂടുതൽ അന്വേഷണത്തിനായി കണ്ടുകെട്ടി. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് കോച്ചിംഗ് നൽകുന്ന ഓൺലൈൻ ഇസ്ലാമിക് കോച്ചിംഗ് സെന്റർ നടത്തുന്ന നദ്വി സംശയാസ്പദമായ സാഹചര്യത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതായി സംശയിക്കുന്നു. പുലർച്ചെ 2:30, 3 മണിയോടെ NIA ഉദ്യോഗസ്ഥർ എന്റെ വാതിലിൽ മുട്ടി. നദ്വി മാധ്യമങ്ങളോട് പറഞ്ഞു. അവർ വീട് തിരഞ്ഞു. അവർ സംശയാസ്പദമെന്ന് കരുതുന്ന പുസ്തകങ്ങൾ എടുത്തു. എന്റെ ബാങ്ക് ഇടപാടുകൾ, വാട്സാപ്പ് കോൺടാക്റ്റുകൾ, ഗ്രൂപ്പുകൾ എന്നിവയെക്കുറിച്ച് എന്നെ ചോദ്യം ചെയ്തു. മുഹമ്മദ് ഇല്യാസ് ഗുമാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അവർ അന്വേഷിച്ചു. നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടിട്ടും കൂടുതൽ ചോദ്യം ചെയ്യലിനായി നദ്വയെ കസ്റ്റഡിയിലെടുത്തു. നദ്വയെ കസ്റ്റഡിയിലെടുത്തെന്ന വാർത്ത പരന്നതോടെ സംഘർഷം രൂക്ഷമായി. ഒരു പ്രാദേശിക പള്ളിയിൽ നിന്നുള്ള അറിയിപ്പ് വഴി വിളിപ്പിച്ച് നദ്വയുടെ അനുയായികൾ വലിയ തോതിൽ തടിച്ചുകൂടി. നദ്വയെ അറസ്റ്റ് ചെയ്യുന്നത് തടയാൻ 200-ലധികം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ജനക്കൂട്ടം NIA വാഹന വ്യൂഹത്തെ വളഞ്ഞു. ജനക്കൂട്ടം അധികൃതരുമായി തർക്കിക്കുകയും നദ്വയെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ വഷളായി. എതിർപ്പുകൾക്കിടയിലും ഝാൻസി പോലീസ് കൂടുതൽ സേനയുടെ സഹായത്തോടെ സ്ഥിതിഗതികൾ വിജയകരമായി കൈകാര്യം ചെയ്തു. നദ്വയെ മോചിപ്പിക്കാൻ ജനക്കൂട്ടം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിയമപ്രകാരം അന്വേഷണം നടത്തിവരുന്നു, ഝാൻസി പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുക, ജോലി തടസ്സപ്പെടുത്തുക, കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മോചിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കണ്ടാലറിയുന്ന 11 പേർക്കെതിരെയും അജ്ഞാതരായ 100 പേർക്കെതിരെയും കേസെടുത്തതായി ജാൻവി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ജ്ഞാനേന്ദ്ര സിംഗ് പ്രതികരിച്ചു. നദ്വയെ രക്ഷിക്കുന്നതിൽ ജനക്കൂട്ടം വിജയിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ നിരസിച്ചുകൊണ്ട് പോലീസ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ജനക്കൂട്ടം സമാധാനപരമായാണ് പിരിഞ്ഞു പോയതെന്നും നദ്വി കസ്റ്റഡിയിൽ തുടരുകയാണെന്നും അത് വ്യക്തമാക്കുന്നു. സിറ്റി ഖാസി മുഫ്തി സാബിർ അൻസാരി റെയ്ഡിൽ ആശങ്ക പ്രകടിപ്പിച്ചു. നദ്വി ഒരു ദശാബ്ദത്തിലേറെയായി ഉറുദുവും ഖുറാനും ഓൺലൈനിൽ പഠിപ്പിക്കുന്നു. റെയ്ഡിൽ കുറ്റകരമായ തെളിവുകളൊന്നും ലഭിച്ചില്ല. അവനെ കൊണ്ടുപോകുന്നതിന് പകരം പ്രാദേശികമായി ചോദ്യം ചെയ്യണമെന്ന് ആളുകൾ ആവശ്യപ്പെടുന്നു. അതിനിടെ അധികൃതരുമായി ഏറ്റുമുട്ടലിൽ ആക്കം കൂട്ടി നദ്വയെ അകാരണമായി പീഡിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടെയുള്ള നിർണായക സാമഗ്രികൾ NIA കണ്ടുകെട്ടിയിട്ടുണ്ട്. അവ വിശകലനത്തിനായി ഡൽഹിയിലേക്ക് അയക്കും. നദ്വയുടെ വിദേശ ബന്ധങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളും അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.